രാജഹംസം എന്ന ദേശാടന പക്ഷിയെപ്പറ്റി നിങ്ങൾക്കറിയാമോ? നമുക്ക് ചുറ്റും കാണുന്ന പല പക്ഷികളും വേനൽക്കാലം വരുമ്പോൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ള തോട്ടങ്ങളിലേക്കോ പറമ്പുകളിലേക്കോ ചേക്കേറും. ചെറിയ ദൂരങ്ങൾ പറന്ന് അവർക്ക് അന്നന്നത്തെ ആഹാരം കിട്ടും. പക്ഷേ രാജഹംസങ്ങൾ അങ്ങനെയല്ല. ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പറക്കാൻ തീരുമാനിച്ചാൽ അവ മാസങ്ങളോളം വിശ്രമമില്ലാതെ ചിറകുകൾക്ക് കരുത്തുകൂട്ടും. അവ പറന്നു തുടങ്ങുമ്പോൾ സാധാരണ പക്ഷികളെപ്പോലെ അടുത്തുള്ള മരക്കൊമ്പിലല്ല ചെന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി സമുദ്രങ്ങൾ കടന്ന് അവ പുതിയൊരു ഭൂഖണ്ഡത്തിലെത്തും. ഒരു സാധാരണ പക്ഷി ചിറകടിക്കുമ്പോൾ അതിന് കിട്ടുന്ന വേഗതയല്ല ഒരു രാജഹംസത്തിന് ലഭിക്കുന്നത്. തുടക്കത്തിൽ രാജഹംസം വെള്ളത്തിന് മുകളിലൂടെ കുറേ ദൂരം ഓടേണ്ടി വരും. ചിറകുകൾ വലിയ ആയാസത്തോടെ അടിക്കേണ്ടി വരും. കാണുന്നവർക്ക് തോന്നും ഇതെന്തിനാണത്ര കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷേ ഒരിക്കൽ അത് ആകാശത്തേക്ക് ഉയർന്നാൽ കാറ്റിൻ്റെ ഗതി നോക്കി ചിറകടിക്കാതെ തന്നെ മണിക്കൂറുകളോളം അതിന് പറക്കാൻ കഴിയും. അതുപോലെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം കണ്ട് സങ്കടപ്പെടാറുണ്ട്. അവർ പെട്ടെന്ന് ജോലി കിട്ടി, അവർ പെട്ടെന്ന് വീട് വച്ചു, അവർക്ക് പെട്ടെന്ന് പ്രശസ്തി കിട്ടി എന്നൊക്കെ. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, ചെറിയ പക്ഷികൾക്ക് ചെറിയ ദൂരമേ പറക്കാൻ കഴിയൂ. അവയ്ക്ക് ചെറിയ ഉയരങ്ങളിലേ എത്താൻ പറ്റൂ. എന്നാൽ നിങ്ങൾ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ തുടക്കത്തിൽ ആ രാജഹംസത്തെപ്പോലെ നിങ്ങൾക്ക് ഒരുപാട് ഓടേണ്ടി വരും, ഒരുപാട് വിയർക്കേണ്ടി വരും. മറ്റുള്ളവർ പറന്നു തുടങ്ങിയിട്ടും നിങ്ങൾ എന്താണ് ഇത്ര താമസമെന്ന് പലരും ചോദിച്ചേക്കാം. പക്ഷേ ഒന്നോർക്കുക, നിങ്ങൾ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഒരിക്കൽ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഉയർന്നാൽ പിന്നെ നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ ആ വലിയ സ്വപ്നത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും അധ്വാനവും ഒരിക്കലും വെറുതെയാകില്ല. ഓടാൻ വൈകുന്നത് തോൽവി കൊണ്ടല്ല, ദൂരങ്ങൾ കീഴടക്കാൻ കരുത്ത് കൂട്ടുന്നത് കൊണ്ടാണ്.